ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ വേ ബൈ കല്യാണി എന്ന ചാനൽ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് എനിക്ക് അതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്, നിങ്ങൾ അർച്ചന ദേവിനെ കുറിച്ച് അതേപോലെ തന്നെ നീള ലൈഫ് സ്റ്റൈൽ മലയാളത്തിനെ കുറിച്ചും റിയാക്ട് ചെയ്യൂ എന്നുള്ളതായിരുന്നു. പല വ്ളോഗേഴ്സിനെ കുറിച്ചും ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു എങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്. അതിൽ അർച്ചന ദേവിനെ കുറിച്ച് ഞാൻ അങ്ങനെ അർച്ചന ദേവിന്റെ വീഡിയോ അധികം കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് അത്രയും അങ്ങോട്ട് അറിയില്ല. കുറച്ചൊക്കെ എനിക്ക് അറിയാം, എന്നാലും ഞാൻ അതിനെക്കുറിച്ച് അത്ര ഡീപ്പായിട്ട് അറിയുന്നതല്ല. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഈ നീള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറയുന്നത് ഞാൻ കൃത്യമായി കണ്ടിരുന്ന ചാനലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടിരുന്നു എന്നല്ല, ഞാൻ അവരുടെ ആദ്യ കാലം മുതലുള്ള വീഡിയോസ് തന്നെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്ന വീഡിയോസ് ആയിരുന്നു. അവരുടെ ഒരു ലൈഫ് ജേണി എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം, അവരുടെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവരൊരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. അവരുടെ സ്വന്തം വീടാണെങ്കിലും ഒരു ചെത്തിത്തേക്കൊന്നും ചെയ്യാത്ത ഒറ്റമുറിയുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു അവരുടെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീടും. അവിടുന്ന് അവർ പടിപടിയായിട്ട് ഉയർന്നു വന്ന ഒരു ജേണി നമുക്ക് വളരെ കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഒന്നാണ്. അവരൊരു കുഞ്ഞു വീട് വാങ്ങുന്നു, അത് അവർ റിനോവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ താമസാക്കുന്നു, അവർ സ്വന്തമായിട്ടൊരു നിലയിലെത്തുന്നു. അതൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ കണ്ടിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ ചാനൽ ഞാൻ കൃത്യമായിട്ട് കാണാറില്ല. പിന്നീട് വെച്ചാലും അവരുടെ ചാനൽ ഞാൻ കൃത്യമായിട്ട് ഇടയ്ക്കൊക്കെ പോയിട്ട് നോക്കുമായിരുന്നു, അവരെന്തായി എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യ കാലം മുതൽ തന്നെ അവരോട് എനിക്കുള്ളൊരു എതിരഭിപ്രായം എന്ന് പറയുന്നത് അവർ ഈ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചാണ്. വെളുക്കുക എങ്ങനെയാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് വെളുക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയാം. വെളുപ്പിനെയും കറുപ്പിനെയും കുറിച്ച് പറയാം. പൊതുവേ നമ്മളെ സമൂഹത്തിൽ വെളുപ്പും കറുപ്പും ഒന്നും കാര്യമില്ല, മനുഷ്യൻ നന്നായിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ എല്ലാവരും വളരെ വളരെ വലിയ ഫിലോസഫിയൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഈ വെളുപ്പും കറുപ്പും എന്നുള്ള ഒരു ഘടകം നിലനിൽക്കുന്നത് തന്നെയാണ്. നമ്മൾ എപ്പോഴും സുന്ദരിയായിട്ടുള്ള പെണ്ണ് പറയുമ്പോൾ അതൊരു വെളുത്ത പെൺകുട്ടീനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും പറയാറുള്ളത്. വെളുപ്പൊന്നും പ്രശ്നമല്ല, കറുത്തിരുന്നപ്പോ എന്താ എന്നൊക്കെ പറയിച്ചാലും ഇപ്പൊ ഒരു വിവാഹാലോചന നടത്തുമ്പോൾ നമ്മൾ ഈ പൊതുവെ ആൺകുട്ടികള് വിവാഹാലോചന നടത്തുന്ന സമയത്ത് ചിലപ്പോൾ അവർ കറുത്തവരെ വിവാഹം കഴിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, കഴിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് വേറെ കുറേ ഫാക്റ്റും കൂടെ ചേർന്നിട്ടാണ് അവര് അങ്ങനെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. അവർ കുറേ ആലോചിച്ചു, നല്ല കുട്ടികളെ കിട്ടിയില്ല, അല്ലെങ്കിൽ അവര് നല്ല ജോലിയുള്ളത് പെൺകുട്ടീനെ നോക്കി, അപ്പൊ അത് കുറച്ച് നിറം കുറവ്, അത് സാരമില്ല എന്നാലും കെട്ടാം, അങ്ങനെയൊക്കെയാണ് അവർ കെട്ടുന്നത്. അല്ലാതെ മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് എനിക്ക് കറുത്ത പെൺകുട്ടിയെ മതി എന്ന് മെൻഷൻ ചെയ്ത് വിവാഹം കഴിക്കുന്ന ആളുകളെ പൊതുവേ നമ്മൾ കാണാറില്ല, ഞാൻ കാണാറില്ല. അപ്പോൾ കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന ഒരു ഘടകം ഇവിടെ ഉള്ളത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി കറുപ്പിനെ കളിയാക്കിയിട്ട്, സൗന്ദര്യലമേനെ കളിയാക്കിയിട്ട്, RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മോഹിനിയാട്ടം കളിക്കാനുള്ള അർഹതയില്ല, അദ്ദേഹം ഭംഗിയില്ലാത്ത ആളാണ്, കറുത്ത ആളാണ് എന്ന് പറഞ്ഞത് ഇവിടെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിയിലൊക്കെ പോയിട്ട് അവര് ഒരുപാട് തെറി ഈ ആളുകളൊക്കെ വിളിച്ചിരുന്നു. അന്ന് നമ്മൾ ഭയങ്കര പ്രബുദ്ധരായിരുന്നു, നമുക്ക് കറുപ്പൊരു വിഷയമേ ആയിരുന്നില്ല, കഴിവായിരുന്നു പ്രധാനം. പക്ഷെ ഈയിടെ വിഭജിക എന്ന് പറഞ്ഞ പെൺകുട്ടി ഗാർഹിക പീഡനം മൂലം ആത്മഹത്യ ചെയ്യണ്ടായി. അപ്പോ ആ പെൺകുട്ടിയുടെ ഭർത്താവ് നിതീഷ് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിന്റെയും ഈ പെൺകുട്ടിയുടെയും കൂടെ ഫോട്ടോ പുറത്തു വരണ്ടായി. അപ്പൊ അദ്ദേഹം കറുത്ത് കാഴ്ചയ്ക്ക് നമ്മളുടെ സാധാരണ ആളുകളുടെ കാഴ്ചപ്പാടിൽ ഭംഗിയില്ല എന്ന് കരുതുന്ന ഒരാളായിരുന്നു. അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ മുഴുവൻ, എന്തിനാണ് ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടീനെ ഈ കാട്ടുമാക്കാന് കല്യാണം കഴിച്ചത്, ഈ കരിമന്തിക്ക് എന്തിനാ കല്യാണം കഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ തന്നെ ഇവൻ എന്തിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്, ഇവനെ കാണാൻ എന്താണ് ഭംഗിയുള്ളത്. അപ്പോ ഇതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു വസ്തു നമ്മൾ പറയുന്നതായിരിക്കില്ല മറുവസ്തു നമ്മൾ പറയുന്നത്. നമ്മളുടെ കാഴ്ചപ്പാടിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം എന്ന് നമ്മൾ എത്രയോ നമ്മളുടെ മനസ്സിൽ ഉറച്ചുപോയ ഒന്നാണ്. വെളുപ്പ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. ഈ വെളുപ്പ് എന്നുള്ള ചിന്തേനെ, അല്ലെങ്കിൽ ഭംഗിയായിരിക്കുക എന്നുള്ള ചിന്തയെ മുതലെടുത്തിട്ട് ഈ കാശുണ്ടാക്കുന്ന യൂട്യൂബേഴ്സാണ് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് നീള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറയുന്ന ചാനലിനെ എടുത്ത് പറയാം എന്ന് ഞാൻ കരുതിയത്. ഇവരുടെ ചാനല് നീള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറയുന്നത് റോഷ്നി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചാനലാണ്. റോഷ്നി, അവരുടെ ഹസ്ബൻഡ് വിനു, അവർക്ക് 2 കുട്ടികളുണ്ട്. അവരുടെ ചാനലാണ് ഇത്. നീള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, നീള എന്ന് പറയാം. അപ്പൊ ഈ നീള എന്ന് പറഞ്ഞ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്ന കണ്ടന്റ് എങ്ങനെ വെളുക്കാം എന്നുള്ളതാണ്. 10 ദിവസം കൊണ്ട് വെളുക്കാം, 7 ദിവസം കൊണ്ട് വെളുക്കാം, അല്ലെങ്കിൽ നാളെ വെളുക്കാം, ഒറ്റ ദിവസം കൊണ്ട് വെളുക്കാം, ഒരു രാത്രി കൊണ്ട് വെളുക്കാം. വെളുപ്പാണ് ആ ചാനലിലെ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫീച്ചേർഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ റോഷ്നി പറഞ്ഞ പെൺകുട്ടി കറുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും, വെളുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ പെൺകുട്ടി നല്ല കറുത്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, പിന്നീട് ഇത് വെളുത്തു എന്നതാണ് നമുക്ക് ഒറ്റ കാഴ്ചയിൽ അതിനെക്കുറിച്ച് ആദ്യകാലത്ത് തോന്നുക. ആ പെൺകുട്ടിയുടെ കറുത്തിരിക്കുന്ന ഫോട്ടോ, തടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതെന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടി ഗർഭിണി, ആദ്യത്തെ കുട്ടിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച്, അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം, അങ്ങനെ എന്തൊക്കെയോ വന്നപ്പോൾ ഈ കുട്ടി ഒരുപാട് തടിക്കുകയും കറുത്ത കളറിലേക്ക്
മാറുകയും അതേപോലെ മുഖം നിറച്ച് കുരു വരികയും സ്കിന്നൊക്കെ വളരെ മോശമാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് കുറേ ഫോട്ടോസ് ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അതിന് കൃത്യമായിട്ടുള്ള ഡയറ്റും കൃത്യമായ എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ആ കുട്ടി പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നു. ഈ കുട്ടിയുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എല്ലാം ഈ ഇവര് കറുത്തിരുന്ന ഒരാള് വെളുത്തു എന്നുള്ള ഭാവത്തിലായിരുന്നു. യഥാർത്ഥത്തില് ആ പെൺകുട്ടി പഠിക്കുന്ന സമയത്തുള്ള ഒരുപാട് ഫോട്ടോ അവര് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെളുത്ത് മെലിഞ്ഞ് നല്ല മുടിയുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. അതിന് ഈ ഗർഭകാലത്തുണ്ടായ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് അത് കറുത്ത സമയത്തുള്ള കുറെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് വെളുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയിടുന്നു. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെയാണ് വെളുത്തതെന്ന് പറഞ്ഞിട്ട് വേറെ ക്രീം ഉണ്ടാക്കിയിടുന്നു. അതാണ് ഇവരുടെ ചാനലിൽ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ഈ കുട്ടി ആ പഴയ കറുത്തൊരു ഫോട്ടോയും ഒരു പുതിയ വെളുത്ത ഫോട്ടോയും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് വെളുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം കാണിക്കും. ആ ക്രീം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കിച്ചണിൽ ആ കുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്രീം ആയിരിക്കും. അത് ആ കുട്ടി രാവിലെ, എനിക്ക് തോന്നുന്നത് ആ കുട്ടി രാവിലെ കറി വെക്കാൻ കഷ്ണം അരിയുമ്പോൾ ആ കഷ്ണം 2 എടുത്തിട്ട് അരച്ചിട്ട് നമുക്ക് ക്രീമായിട്ട് കാണിച്ചു തരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിറ്റേ ദിവസവും ഇതേ ഉടായ്പുമായിട്ട് വരികയാണ്. ഞാൻ വെളുക്കാൻ തേച്ചത് ഇന്ന ക്രീമാണ്, എന്നിട്ട് ഈ കുട്ടിയുടെ കറുത്തൊരു ഫോട്ടോ പിന്നെ ഒരു വെളുത്ത ഫോട്ടോ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു Day 1 കൊടുക്കുന്നു, Day 10 കൊടുക്കുന്നു. അതോടെ ഈ കുട്ടി വെളുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് വേറൊരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ദിവസം വേറൊരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ അതിലെന്ന് പറഞ്ഞാൽ വെളുത്ത ആളുകൾ കറുത്ത ആളുകളെ എങ്ങനെ വെളുപ്പിക്കാം എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. പിന്നെ അതിൽ വേറെ കണ്ടന്റ് ഉണ്ട്, തടിച്ച ആൾക്ക് എങ്ങനെ മെലിയാം. അതും അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് പ്രൊമോഷൻ. അവര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തടിച്ചിരുന്ന ഫോട്ടോ വെച്ചിട്ട് അവര് മെലിഞ്ഞ് ഗർഭകാലം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ആ കുട്ടി മെലിഞ്ഞ സമയത്തുള്ള ഫോട്ടോ കാണിച്ചിട്ട് എങ്ങനെ തടി കുറയ്ക്കാം എന്നുള്ള വീഡിയോ ചെയ്യലാണ് അവരുടെ പ്രധാനപ്പെട്ട വേറൊരു പണി. പിന്നെ വേറെ ഉണ്ട്, മുടി എങ്ങനെ വളർത്താം. ആ പെൺകുട്ടിക്ക് മുടിയുണ്ട്, ആ മുടി എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വളർത്തുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ് അതിന്റെ വേറൊരു രീതി. പിന്നെ മുട്ടിന്റെ കറുപ്പ് എങ്ങനെ കളയാം, അൺട്രാംസിന്റെ കറുപ്പ് എങ്ങനെ കളയാം, കഴുത്തിലെ കറുപ്പ് എങ്ങനെ കളയാം, മുഖത്തെ കുരു എങ്ങനെ കളയാം, ഇങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ ആ കുട്ടിയുടെ സ്വന്തം കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ വീഡിയോസ് എന്ന് പറഞ്ഞാല് അവർ ചെയ്യുന്ന റെമഡീസ് ഞാൻ പറയാം. ഇപ്പോ കുറച്ച് അരി എടുക്കുന്നു, ചോറ് എടുക്കുന്നു. സാധാരണ നമ്മളെ തവിട് കൂടുതലുള്ള ചോറ് എടുക്കുന്നു, ഒരു തക്കാളി കഷ്ണം എടുക്കുന്നു, ഇത് രണ്ടും കൂടെ മിക്സിയിൽ അരയ്ക്കുന്നു. ഇതൊരു പാക്ക് ആക്കിയിട്ട് അവര് ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മളെ കാണിച്ചു തരുന്നു. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് ഇത് ദിവസവും തേച്ചാൽ നിങ്ങൾ 7 ദിവസം കൊണ്ട് വെളുക്കുന്നു പറയുന്നു. പിന്നെ പിറ്റേ ദിവസം ഈ കുട്ടി പോയിട്ട് കുറച്ച് ആലോവേര ജെല്ല് എടുക്കുന്നു, കുറച്ച് കുക്കുംബർ എടുക്കുന്നു, രണ്ടും കൂടെ മിക്സിയിൽ അടിക്കുന്നു, എന്നിട്ട് ക്രീമാക്കി മാറ്റുന്നു, എന്നിട്ട് അത് ബോട്ടിലിൽ സൂക്ഷിക്കുന്നു, എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് ഇത് മുഖത്ത് തേച്ചാൽ നിങ്ങൾ 7 ദിവസം കൊണ്ട് വെളുക്കുന്നു പറയുന്നു. ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും ആയുർവേദം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ളതാണോ? ആയുർവേദത്തിന് നമ്മൾ പറയും ആയുർവേദം നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലേ, അത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയും. ഈ ആയുർവേദം എന്ന് പറയുന്നതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഓരോ ഇലകൾക്കും ഇപ്പൊ വേപ്പൊക്കെ നമ്മൾ നല്ല വസ്തുവാണ്, നല്ല മെഡിസിനൽ പ്ലാന്റ് ആണ്, പക്ഷെ അതിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാ ആയുർവേദ പ്രൊഡക്റ്റിനും എന്തെങ്കിലും ഒരു വിഷയം. ഇപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതലേ സാധാരണ നമ്മൾ ഇതൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധാരണ സംഭവങ്ങളുണ്ട് വെളുക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞള്, കസ്തൂരി മഞ്ഞള്, അതേപോലെ രക്തചന്ദനം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മുഖത്ത് വെച്ചിരുന്നു. അല്ലെങ്കിൽ ചന്ദനം അരച്ചിടുക, നെറ്റിക്ക് തണുപ്പ് കിട്ടാൻ ചന്ദനം അരച്ചിടുന്നു, അല്ലെങ്കിൽ മുഖത്തെ കുരു പോവാൻ നമ്മൾ മഞ്ഞൾ അരച്ചിടുന്നു, രക്തചന്ദനം അരച്ചിടുന്നു, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും എല്ലാവരുടെയും സ്കിന്നിന് പറ്റുന്ന ആവണമെന്നില്ല. നമ്മൾ ഈ രക്തചന്ദനം അരച്ചിടുന്ന ആളുകൾക്ക് കുരു വരാറുണ്ട്. എനിക്കൊക്കെ രക്തചന്ദനം അരച്ചിട്ടാൽ അപ്പോഴേ കുരു പൊങ്ങും. അപ്പോൾ എല്ലാവരുടെയും സ്കിന്നിന് പറ്റിയ നമ്മളെ ആയുർവേദ പ്രൊഡക്റ്റ് ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, ഫുള്ളി നാച്ചുറൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്കിന്നിന് അത് പറ്റുന്നതാവണമെന്നില്ല. അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനത്തെ 2-3 സംഭവങ്ങൾ അരച്ച് ഉരുട്ടി ക്രീമാക്കിയിട്ട് ഇത് വളരെ നല്ലതാണ്, നിങ്ങളിത് തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഏറ്റവും നല്ലതാണ്, നിങ്ങളെ സ്കിന്ന് വെളുക്കുമെന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ പറയുന്നത്? ഈ കുട്ടി ഇത് അരയ്ക്കുന്നു, എന്നിട്ട് ഈ കുട്ടിയുടെ മുഖത്ത് തന്നെ തേച്ചിട്ട് കാണിച്ചു തരുന്നു, പിന്നെ അത് കഴുകി കളയുന്നു, പിന്നെ അതിന്റെ 10 ദിവസം ഉപയോഗിച്ചുള്ള റിസൾട്ട് അല്ല കാണിക്കുന്നത്. അത് ഓക്കെ, എന്നിട്ട് പറയുന്നു നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി, ഇത്ര ദിവസം ഉപയോഗിച്ചാൽ മതി, നിങ്ങൾ വെളുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അതിന്റെ ഫീച്ചേർഡ് ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ തംബ്നെയിലായിട്ട് ഈ കുട്ടിയുടെ ഒരു കറുത്ത ഫോട്ടോയും ഒരു വെളുത്ത ഫോട്ടോയും. അത് ആദ്യകാലത്തൊക്കെ സ്ഥിരമായിട്ട് ഈ കുട്ടി തടിച്ച് കറുത്തിരുന്ന കാലത്തെ ഫോട്ടോയും വെളുത്ത് മെലിഞ്ഞിരിക്കുന്ന കാലത്തെ ഫോട്ടോയും ആയിരുന്നു. പിന്നെ അത് കുറേയൊക്കെ ചില ഫോട്ടോസിലൊക്കെ ഈ കുട്ടി ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ, കറുത്തിരിക്കുന്ന ഫോട്ടോ, വെളുത്തിരിക്കുന്ന ഫോട്ടോ, ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ ഒക്കെയാണ് ഇടുന്നത്. പിന്നെ ഇഷ്ടംപോലെ ഫിൽറ്റർ
ഇടുന്നുണ്ട്, അതുകൊണ്ട് ഈ കുട്ടി നല്ല വെളുവിള കടലാസ് പോലെ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ മുടിയുണ്ട്, അതുകൊണ്ട് എപ്പോഴും മുടി വളർത്താനുള്ള പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഭാഗത്തിൽ കുറേ മുടിയിലിടുന്ന മാസ്ക് അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അരച്ച് തേക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടിക്ക് മുടി വളരെ കുറവാണ്, അപ്പൊ ഫാഷന് വെട്ടിക്കളഞ്ഞു എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ തേച്ചിട്ട് കൊഴിഞ്ഞതുകൊണ്ട് വെട്ടിയതാണോ എന്നും അറിയില്ല. ഇതൊക്കെ കൂടാതെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അവർ ബ്രാൻഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട്. മുടി വളരാനുള്ള എണ്ണ, അതേപോലെ പലതരം ക്രീമുകൾ, വെളുക്കാനുള്ള ക്രീം, രാത്രി ഇടുന്ന ക്രീം, സൺ ടാൻ മാറുന്നതിനുള്ള ക്രീം, അതേപോലെ അങ്ങനത്തെ കുറെ ഫേഷ്യൽ ചെയ്യാനുള്ള ക്രീം, അങ്ങനെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർ ഇഷ്ടംപോലെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും നിലവാരം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയവരുടെ നെഗറ്റീവ് കമന്റിനും അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് റിവ്യൂവിനും അവർ നിയമപരമായിട്ടാണ് നേരിടാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അവരത് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആകുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. എന്നാലും അവർ രാത്രി നൈറ്റ് മുഴുവൻ ഇട്ട് വെക്കുന്ന മാസ്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പണ്ടേ മുതൽ രാത്രി കിടക്കുമ്പോൾ മുഖം മുഴുവൻ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ മുഖത്ത് സുഷിരങ്ങളൊക്കെ തുറന്ന് നമ്മുടെ സ്കിന്നിന് ശ്വസിക്കാനാവുന്ന പാകത്തിലാക്കി കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന കാര്യം. അപ്പോൾ അപ്പോഴാണ് ഈ മാസ്ക് ഒക്കെ ഇട്ട്, അതൊക്കെ ഉണ്ടായിരിക്കും, മാസ്ക് ഒക്കെ ഫുള്ള് കവർ ചെയ്ത് സ്ലീപ്പിംഗ് മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവരെ കയ്യിലുണ്ട്. നല്ലതായിരിക്കാം അല്ലായിരിക്കാം എനിക്കറിയില്ല. പിന്നെ അവർക്ക് അലോവേര ജെല്ലുണ്ട്, അവരുടെ ജെല്ല് തന്നെ. പിന്നെ അവരുടെ വേറെ റെമഡി, അവരുടെ ജെല്ല് തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയ എന്തോ ഒരു ഓയിൽ, എന്താണ് ജോജോബായ ഓയിൽ എന്ന് പറഞ്ഞിട്ട് സംഭവത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾ തേച്ചാൽ നിങ്ങൾ വെളുക്കും. അത് ആന്റി ഏജിങ് ആയിട്ടുള്ള എന്തോ ഓയിലാണ്. അത് തേച്ചാൽ തന്നെ ഈ നമ്മളെ സ്കിന്നിന്റെ ചുളിവ് പോകുന്നു, നമ്മളെ പ്രായം കുറയുന്നു, അങ്ങനെയൊക്കെയാണ് ആമസോണിലെ ആ ക്രീമിന് അല്ല ആ ഓയിലിനെ കുറിച്ചുള്ളത്. പിന്നെ അതിൽ നമ്മൾ ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സുന്ദരിയാവുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ പ്രധാന കണ്ടന്റ് സുന്ദരിയായിരിക്കുക, വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം എന്നുള്ള ഒരു ഘടകം നമ്മളെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന പോലത്തെ വീഡിയോസ് അവരത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എങ്ങനെ വെളുക്കാം, അല്ലെങ്കിൽ എങ്ങനെ മെലിയാം, എങ്ങനെ സുന്ദരിയാവാം, എങ്ങനെ മുടി വളർത്താം, എങ്ങനെ ഷേപ്പ് ഉണ്ടാക്കാം, ഇങ്ങനത്തെ വീഡിയോസാണ് അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 1-2 വർഷമായിട്ടല്ല, അവർ തുടങ്ങിയ കാലം മുതൽ 6-7 വർഷമായിട്ട് അവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊന്നിടുന്നു, നാളെ വേറൊന്നിടുന്നു, മറ്റന്നാൾ വേറൊന്നിടുന്നു. ഇതൊക്കെ ഇവരിപ്പോ ഇന്നൊരു വീഡിയോ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് ഇന്നതാണെന്ന് കാണിക്കണമെങ്കിൽ അവരത് 7 ദിവസം ഉപയോഗിച്ച ശേഷമല്ലേ അത് അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്. പക്ഷെ അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവരൊരു വീഡിയോ ഇടുമ്പോൾ അവർ 7 ദിവസം അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ ഒരു മനുഷ്യന് 24 മണിക്കൂറും വേറെ സംഭവങ്ങൾ എപ്പോഴും മുഖത്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ വെറുതെ കൈ കിട്ടുന്ന സംഭവങ്ങൾ എടുത്തിട്ട് കൂട്ടിച്ചേർത്ത് മിക്സിയിൽ അടിച്ച് കുറെ പതപ്പിച്ചിട്ട് ഇത് ക്രീമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചു തരുന്നു. അത്രേ അവർ ചെയ്യുന്നുള്ളൂ. പിന്നെ അവർ പറയുന്നത് മെലിഞ്ഞിരിക്കുക, തടിച്ചിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ തടിച്ചിട്ടായിരുന്നു, എന്നിട്ട് ഞാൻ ഇന്നത് ചെയ്തപ്പോഴാണ് ഞാൻ മെലിഞ്ഞിട്ടായത് എന്ന് പറയുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വേറെ ഏതോ ഒരു കാര്യമായിരിക്കും അവർ മെലിഞ്ഞ കഥ പറയുമ്പോൾ പറയുന്നത്. വേറെ എന്തോ ചെയ്തിട്ടാണ് അവർ മെലിഞ്ഞത്. ശരിക്കും അവർ കൃത്യമായ എക്സസൈസും കൃത്യമായ ഡയറ്റും എടുത്തിട്ട് അവരുടെ ഹെൽത്ത് നോക്കിയിട്ട് തന്നെയാണ് മെലിയുന്നത്. നമ്മൾ ഇവർ പറയുന്നത് കേട്ട് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മെലിയാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കണ്ണിന് ചുറ്റുമൊക്കെയുള്ള ഡാർക്ക് സർക്കിൾ വരുന്നു, അതിന് ഇന്ന ക്രീം ഇട്ടാൽ അത് പോകുന്നു. സത്യത്തിൽ അത് മാത്രമാണോ നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ വരുന്നതിനുള്ള കാരണം? നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ സിംറ്റം ആയിട്ട് വരും. നമുക്ക് വലിയ കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ ലിവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണിന് ചുറ്റും കറുപ്പ് വരും. അതിനൊക്കെ ഇവർ പറയുന്ന പോലെ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് എന്താന്ന് നോക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെങ്കിലും കണ്ടിട്ട് നോക്കേണ്ട കാര്യമാണ്. അതിന് പകരം ഇവർ പറയുന്ന റെമഡിയൊക്കെ ദിവസം കണ്ണിന് ചുറ്റും ഇട്ടാൽ പോകുമെന്ന് വിചാരിക്കുന്നവർ, അത് നമ്മൾ വിചാരിക്കും എല്ലാവരും പറയുന്ന ഒരു ഘടകമാണ്, നിങ്ങൾ എന്തിനാണ് അവർ പറയുന്ന എല്ലാം ചെയ്ത് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവർ പറയുന്ന പ്രൊഡക്റ്റ് എല്ലാം വാങ്ങാൻ പോകുന്നത്, നിങ്ങൾക്കത് കേട്ടിട്ട് പോയാൽ പോരെ എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഓരോ വീഡിയോന്റെ അടിയത്തെയും കമന്റ് നോക്കൂ, എല്ലാവരും അതിൻ്റെ അടിയിൽ വന്നിട്ട് ചേച്ചി എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ത് ചെയ്യണം, ചേച്ചി എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ മാറി, ഇങ്ങനെയുള്ളത് അങ്ങനെയുള്ള കമന്റുകളാണ്. എന്ന് വെച്ചാൽ അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അവരൊക്കെ ഇത് എന്തായാലും പരീക്ഷിച്ച് നോക്കുന്നുണ്ടാവില്ലേ. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളെ വെളുപ്പിക്കുക എന്നുള്ളത്. അവരുടെ മോളെ കറുത്തിരുന്ന കുട്ടിയായിരുന്നു, വെളുത്തു പറഞ്ഞിട്ട് ആ കുട്ടിയുടെ 2 ഫോട്ടോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ, കുറേ മുടി വളർത്തി പറഞ്ഞിട്ടൊരു ചലഞ്ചിന്റെ വീഡിയോ, എന്ന് വെച്ചാൽ 30 ദിവസത്തെ ചലഞ്ച്. എന്നിട്ട് ആ കുട്ടീനെ എന്നും എണ്ണ തേപ്പിക്കുന്നത്, എന്നും
തലയിൽ പാക്ക് ഇടുന്നതും ഒക്കെ കാണിക്കുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ പോലും വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം എന്നുള്ളത് കുത്തിവെക്കുന്നു. അത് കാണുന്ന എത്രയോ ആളുകളുടെ മനസ്സിൽ കുത്തിവെക്കുന്നു. പിന്നെ അവർക്ക് കുഞ്ഞൊരു കുട്ടിയുണ്ട്, അവരുടെ ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ആ കുട്ടിയെ വെളുപ്പിക്കുന്ന കാര്യങ്ങൾ, ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എണ്ണകൾ, അങ്ങനെ കുറെ വീഡിയോസ് ഉണ്ട്. പിന്നെ അവരുടെ അമ്മയെ വെളുപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട്, അമ്മ കറുത്തിരിക്കുന്നു അമ്മയെ വെളുപ്പിക്കുന്ന വീഡിയോസ്, അവരെ ഹസ്ബൻഡിനെ വെളുപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇതാണ് അവരെ കണ്ടന്റ്. എങ്ങനെ വെളുപ്പിക്കും എന്നുള്ളതാണ് കണ്ടന്റ്. നിങ്ങൾ എന്തിനാണ് ഈ കറുത്തിരിക്കാൻ ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കഷണ്ടി ആയിട്ടിരിക്കാൻ ഭയപ്പെടുന്നത്? എല്ലാ മനുഷ്യന്മാരും വെളുത്തിട്ടും കറുത്തിട്ടും ഒക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവര് പറയുന്നത് കേട്ടാല് കറുത്തിരിക്കുന്നത് എന്തോ വലിയൊരു മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമായിട്ട്, വെളുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള പോലെ 100% നിങ്ങൾ വെളുത്തിരിക്കും, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ വെളുത്തിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ 30 ദിവസത്തെ ചലഞ്ച് എടുക്കുമോ നിങ്ങൾ വെളുത്തിരിക്കും. ഞാൻ വെളുക്കാൻ ഉപയോഗിച്ച ക്രീം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ദിവസം കാണിക്കുന്നു, പിറ്റേ ദിവസം ഞാൻ വെളുക്കാൻ ഉപയോഗിച്ച ക്രീം എന്ന് പറഞ്ഞിട്ട് അവർ വേറെ ക്രീം കാണിക്കുന്നു, 3-ാമത്തെ ദിവസം വേറെ ക്രീം കാണിക്കുന്നു. ഇവർ ദിവസം ഈ ക്രീമുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത്, അത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത്. അപ്പം നമ്മൾ ഇപ്പൊ എല്ലാ ദിവസവും ഒരേ ആളാണ് കാണുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഒരു മടുപ്പ് തോന്നും. ഇവരിപ്പോൾ ഏത് ക്രീം തേച്ചിട്ടാണ് വെളുത്തത് നമ്മൾ എന്തായാലും മനസ്സിൽ വിചാരിക്കും. പക്ഷെ ഇത് സ്ഥിരമായിട്ട് കാണാതെ കുറേ ആളുകൾക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കുറേ ആളുകൾ കാണുമ്പോൾ അവർ വിചാരിക്കും ആ ശരി ഇതായിരിക്കും വെളുത്തത്. പിന്നെ ഇവർക്കൊക്കെ ഈ റെമഡിയൊക്കെ ഇവർക്ക് എവിടുന്നാ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇവർ ആയുർവേദ ഡോക്ടർ ഒന്നുമല്ല, അല്ലെങ്കിൽ ആയുർവേദം പഠിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ വൈദ്യമായിട്ട് ബന്ധമുള്ള ആളൊന്നുമല്ല. ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിതെല്ലാം കാണിക്കാറ്. ഇവർ പഠിച്ചത് ITIയിൽ എന്തോ കോഴ്സാണ്, അല്ലാതെ ഇവർ ഇങ്ങനത്തെ കോഴ്സുകളൊന്നും പഠിച്ചിട്ടില്ല എന്ന് ആണ് എനിക്കറിയുന്നത്. എന്നിട്ടാണ് ഇവർ ഇത് തേച്ചാൽ വെളുക്കും, അത് തേച്ചാൽ വെളുക്കും, ഇവർക്ക് സൈഡ് എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് എവിടുന്ന ഈ റെമഡി കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇത്തരം വെളുക്കുന്ന ഇതെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചെയ്തു നോക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പണ്ട് വനിതയിലൊക്കെ ടിപ്പ് വന്നിരുന്നില്ലേ, നിങ്ങൾ അടുക്കളയിലുള്ള 2 വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് തേച്ചാൽ നിങ്ങൾ വെളുത്തിരിക്കും, നാരങ്ങ നീര് തേക്കും, അല്ലെങ്കിൽ പിന്നെ തൈര് തേക്കും, അങ്ങനെ ഒരുപാട് റെമഡീസ് നമ്മൾ വനിതയിലൊക്കെ കണ്ടിരുന്നില്ലേ, അതൊക്കെ പരീക്ഷിക്കുന്നതായിരിക്കാം. പിന്നെ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് ഈ റെമഡി കിട്ടിയത്, ഞാൻ ഈ കൂട്ടുണ്ടാക്കിയത് എൻ്റെ അമ്മയുടെ കൂടെ ജോലിക്ക് പോകുന്ന ചേച്ചിമാർ ഉപയോഗിക്കുന്ന കൂട്ടാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇത് കൂട്ടുണ്ടാക്കുന്നത്. അല്ലാതെ ഇവർ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈദ്യരംഗമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ പോരെ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ. അപ്പോൾ അവർക്ക് അതിന്റെ സൈഡ് എഫക്റ്റ്, നമ്മളൊരു നല്ല ഡോക്ടറെ കാണുന്നത്, നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത്, നമ്മളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല സൗന്ദര്യം കൂടാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ കാണുന്നത് പറഞ്ഞാൽ അവർക്ക് അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചും കൂടെ അറിയാം. അവരത് പഠിച്ചിട്ടുണ്ട്, അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്കിന്നിന് എന്ത് വേണം. അല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ, പണം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ വെളുത്തു, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ മെലിഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മുടി വളർന്നു എന്ന് പറയുന്നത് അവർക്ക് പണം കിട്ടാൻ മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാതെ നിങ്ങളെ വെളുപ്പിക്കാന്ന് വിചാരിച്ചിട്ടല്ല അവരത് പറയുന്നത്. നിങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു വെച്ചാൽ അവരൊരിക്കലും ഇത് പറഞ്ഞു തരില്ല. ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്തായിരിക്കും എന്ന് അവർക്ക് ആലോചിക്കാം. ഈ ചെറിയ കുട്ടികളൊക്കെ ഇതെടുത്ത് പരീക്ഷിക്കും, ഇഷ്ടം പോലെ പരീക്ഷിക്കും. ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വാങ്ങി ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് വാങ്ങാൻ പണം ഉണ്ടാവില്ല. ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഈ ഹോം റെമഡീസ് ഒക്കെ എന്തായാലും കുട്ടികൾ അടുക്കളയിൽ കയറി പരീക്ഷിച്ച് നോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെന്തെങ്കിലും ദൂഷ്യവശങ്ങളുണ്ടോ ഒന്നും അറിയുന്നതല്ല. പിന്നെ അവർ സ്വന്തമായിട്ട് ഇറക്കിയ പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അവരത് ലൈസൻസ് ഉള്ളതും എന്താ പറയുക കെമിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ പേറ്റന്റ് ഒക്കെ എടുത്ത് ചെയ്തതായിരിക്കാം ആ പ്രൊഡക്റ്റ് ഒക്കെ. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചിലപ്പോൾ മിക്കവാറും അത് നിയമപരമായിട്ട് പോവുക, അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് അറിയൂല. പക്ഷേ അവരിപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചു കാലം തടിച്ചിരുന്നു, കറുത്തിരുന്നു, മുഖത്ത് മുഴുവൻ കുരുവായിട്ടിരുന്നു, അവരുടെ മുടിയൊക്കെ കൊഴിഞ്ഞുപോയി, കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ ഗർഭകാലമായിരുന്നു. ആ സമയത്ത് അവർക്ക് വന്ന ഹെൽത്ത് ചേഞ്ച് കൊണ്ട് അവർക്ക് വന്നൊരു സ്റ്റേജ്, അതിനെക്കുറിച്ച് അവർക്ക് ആകെ ചെയ്യാവുന്ന ഒരു വീഡിയോ, എൻ്റെ സ്കിന്നും അല്ലെങ്കിൽ എൻ്റെ ശരീരവും ഇങ്ങനെയായിരുന്നു, അത് ഞാൻ ഇങ്ങനെയാണ് മാറ്റിയെടുത്തതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാവുന്ന 1-2 കണ്ടന്റ് അവരുടെ ലൈഫിലുള്ളൂ. അതിന് പകരം അവര് ആ ഒരു കുറച്ചു കാലം അവര് തടിച്ച് കറുത്തിരുന്നു എന്നതുകൊണ്ട് ആ ഒരു കാര്യം വെച്ചിട്ട് അവരെല്ലാ ദിവസവും വർഷങ്ങളായിട്ട് പുതിയ റെമഡി കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് വെളുത്തതെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി അവർക്ക് കുറേ മുടി ഉണ്ടെന്ന് വെക്കുക, ഉടനെ അവർ ചെയ്യുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ മുടി എങ്ങനെ വളർത്താം, മുടിയിൽ എന്തൊക്കെ പാക്ക് ഉപയോഗിക്കാം, അതായിരിക്കും. ഇപ്പൊ നല്ല വെളുത്ത് ഭംഗിയുള്ള ഒരു വ്ളോഗറാണെന്ന് വെക്കുക,
അവരുടെ എന്തായാലും കണ്ടന്റ് എങ്ങനെ വെളുക്കാം എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, ഇതൊക്കെ അവർക്ക് ആദ്യം മുതലേ ഉള്ള സംഭവങ്ങളാണ്. അവരാദ്യം വെളുത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം അവർ മുടിയുള്ള വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണ്? അതൊരു പരിധിവരെ പാരമ്പര്യമാണ്. അവരുടെ മുൻ തലമുറയിലുള്ളവർക്ക് അതേപോലെ മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് മുടിയുണ്ട്. അല്ലെങ്കിൽ മുൻ തലമുറയിലുള്ളവർ നല്ല വെളുത്തായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് അവർക്ക് വെളുത്താണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മള് കറുത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ വെളുത്തിരിക്കുന്ന വ്യക്തി പറയുന്ന റെമഡി കണ്ടിട്ട് അത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളുക്കുവോ? എന്ന് വേണ്ട, ഇവരൊരു ആഫ്രിക്കൻ വംശീയായ ഒരു സ്ത്രീയെ ഈ റെമഡി ഉപയോഗിച്ചിട്ട് വെളുപ്പിച്ച് കാണിക്കാൻ പറ്റുമോ അവർക്ക്? അപ്പൊ അതൊന്നുമല്ല അതിന്റെ ഘടകം. പിന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരും. അത് നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, നമ്മൾ നല്ല ഡോക്ടർ അടുത്ത് പോകുന്നു, കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, നമുക്ക് മാറ്റം വരുമായിരിക്കും. പക്ഷെ അത് കരുതിയിട്ട് ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് വെറുതെ ഇങ്ങനെ പറയുന്ന ആളുകളെ വിശ്വസിച്ച് നമ്മൾ അതൊക്കെ പരീക്ഷിച്ചിട്ട് ഇപ്പൊ ഇവര് പറയുന്ന റെമഡികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുക്കുവോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, നെഗറ്റീവ് സൈഡ് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഇവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും മിക്കവരും ഡിലീറ്റ് ചെയ്ത് കളയും. ഈ നിള എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയും. ഒരു നെഗറ്റീവ് കമന്റ് അതിൽ അടിയിലിട്ട് കഴിഞ്ഞാൽ അവർ ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ അവരെ കുറിച്ച് റിയാക്ഷനൊക്കെ ചെയ്തവരുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് കണ്ടു. ഞാൻ ഉലുവ തേച്ചു, അവർ പറഞ്ഞു ഉലുവ തേച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞു. ഞാൻ 6 ദിവസം ഉലുവ തേച്ചു, എൻ്റെ മുഖം മുഴുവൻ കുരുവായി, ഞാൻ നിർത്തി. അങ്ങനത്തെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഇതിനും നെഗറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ആകെ ഇത് പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴെങ്കിലും കറുത്തിരുന്നിരുന്ന വ്യക്തികൾ പിന്നീട് ഇതൊക്കെ ചെയ്ത് വെളുത്ത് വരുന്നത്, സാധാരണ നാച്ചുറൽ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് വെളുകളാന്നാവുന്നത് നിങ്ങൾ കണ്ടത് ആണെങ്കിൽ തന്നെ നമ്മൾ മുഖത്ത് മാത്രമാണ് ഇത് തേക്കുന്നത്. ഇവരൊക്കെ മുഖത്ത് മാത്രം തേച്ച് കാണിച്ചിട്ട് ഇവരെ ശരീരം മുഴുവൻ പിന്നെ വെളുക്കുകയാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു? പിന്നെ ഇവർക്ക് ശരീരം മുഴുവൻ വെളുക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. എന്തൊക്കെയോ പൗഡർ, ശരീരം മുഴുവൻ വെളുക്കുന്ന പൗഡർ, ഇത് തേച്ചാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ വെളുക്കും, നിങ്ങളുടെ ശരീരത്തിന് മുഴുവൻ വെളുക്കാനുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ശരീരം മുഴുവൻ വെളുക്കുന്നതുണ്ട്. ഈ വെളുത്തിരിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരെ കുട്ടികൾ വെളുത്തിരിക്കുക, അവരെ അമ്മ വെളുത്തിരിക്കുക, അവരെ ഭർത്താവ് വെളുത്തിരിക്കുക, അവർ വെളുത്തിരിക്കുക. ഇങ്ങനെ വെളുപ്പിക്കലാണ് അവരുടെ ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഇങ്ങനെയൊക്കെ വെളുത്ത് ഒക്കെ ആവട്ടെ, അവര് വെളുക്കുന്നത് അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യട്ടെ. പക്ഷെ ഇതൊരു ശരിയായ രീതിയായിട്ട് നമുക്ക് തോന്നേയില്ല, എനിക്ക് തോന്നിയില്ല. വെറുതെ ആളുകളെ പറ്റിക്കുന്നു. അവരുടെ കയ്യിലുള്ള കുറച്ച് നിറം വെച്ചിട്ട്, അവരുടെ ശരീരത്തിൽ അവരുടെ സ്കിന്നിൽ ഉള്ള നിറം, അവർക്ക് നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ള നിറം വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നു. അവര് ഇത് തേച്ചാൽ നിങ്ങൾ എന്നെ പോലെ വെളുക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തതെന്ന് പറയുന്നു. അവരത് തേച്ചിട്ടല്ല വെളുത്തത്. അവര് വെളുത്ത ഒരു പെൺകുട്ടിയായിരുന്നു, അവർക്ക് വെളുത്ത് മെലിഞ്ഞ് കുറെ മുടിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. അപ്പൊ അവര് കറുത്ത് തടിച്ചു. ആ ഹെൽത്ത് ഇഷ്യൂ മാറിക്കഴിഞ്ഞപ്പോൾ, അവര് കൃത്യമായ ഡയറ്റോ ഫുഡോ കഴിച്ച ഹെൽത്ത് ഇഷ്യൂ മാറിക്കഴിഞ്ഞപ്പോൾ അവര് വെളുത്തു. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ അവരിത് തേച്ച് വെളുപ്പിച്ചതൊന്നുമല്ല. പണ്ട് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ പുസ്തകം കൊണ്ടുവരും, 20 രൂപയുടെ ബുക്ക്, ഹോം റെമഡിയുടെ പൊടിക്കൈകൾ അല്ലെങ്കിൽ 100 പാചകക്കുറിപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കും കൊണ്ടുവരും ആളുകൾ. അതിലുള്ള റെമഡീസ് ഇല്ലേ, ഈ വെളുക്കാനുള്ള റെമഡികൾ, അതും ഇതും കൂട്ടി തേച്ച് അല്ലെങ്കിൽ അതും ഇതും കൂട്ടി കലക്കിയിട്ട് നിങ്ങൾ മുഖത്ത് തേച്ചാൽ നിങ്ങൾ വെളുക്കും, ഇങ്ങനെ തേച്ചാൽ നിങ്ങൾ വെളുക്കും, രാത്രി തേച്ച് കിടന്നാൽ വെളുക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂട്ടിയെടുത്തിട്ട് ഇവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഈ പ്രൊഡക്റ്റൊക്കെ. ഇനി ഞാൻ ഇതിലൊക്കെ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വെളുക്കാനുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കാം. അതിനവരെനിക്ക് ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. അവരുടെ ചാനലിൽ ഏകദേശം 2500 അടുത്ത് വീഡിയോസ് ഉണ്ട്. അതിൽ 1500 വീഡിയോയിലധികവും എങ്ങനെ വെളുക്കാം എന്നുള്ളതാണ്. ആ 1500 ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട 1500 പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ട് അവരവരുടെ കറുത്തിരിക്കുന്ന എന്ന് പറയാൻ പാടില്ല, ബോഡി ഷെയ്മിങ് അങ്ങനൊന്നും വിചാരിക്കുന്നില്ല. കാരണം അവര് വെളുപ്പ് എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ കറുപ്പ് എന്ന് തന്നെ പറയാം. അവരുടെ കറുത്തിരിക്കുന്ന ഭർത്താവിന് അവർക്കൊന്ന് വെളുപ്പിക്കാൻ സാധിച്ചാല്, വെളുപ്പിക്കാന്ന് പറഞ്ഞാൽ അവരുടെ നിറാക്കാൻ സാധിച്ചാല്, ഞാൻ ഈ പറയുന്ന അവർ ഈ ചെയ്യുന്ന റെമഡീസ് എല്ലാം സത്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം അവരുടെ ഹസ്ബൻഡ് അവരെ ആദ്യ കാലത്ത് കാണുമ്പോഴുള്ള നിറം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് അവരുടെ റെമഡിയുടെ ഗുണം കൊണ്ടല്ല, അത് അവരുടെ ഫോണിന്റെ ഫിൽറ്റർ എന്ന് പറയുന്ന സമ്പ്രദായത്തിന്റെ ടെക്നോളജിയുടെ ഗുണം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തിരിയെങ്കിലും നിറത്തിലിരിക്കുന്നത്. പിന്നെ ഇത്രയും മുടി വളർത്തുന്ന ആളാണല്ലോ ഇവര്. എന്നാൽ അദ്ദേഹത്തിന്റെ കഷണ്ടി ഒന്ന് മാറ്റി കൊടുക്കായിരുന്നു. അവരുടെ മുൻവശത്തെ നെറ്റി കേറി അങ്ങ് എത്താറായിട്ടുണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാള് നിങ്ങൾ ഇത് ചെയ്താൽ വെളുക്കും എന്ന് പറയുന്ന എന്തർത്ഥത്തിലാണ്? നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് മനുഷ്യന്മാരെ ഇങ്ങനെ കറുത്തിരിക്കുന്നതിന് വിഷമിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് കറുത്തിരിക്കുന്നത്, വെളുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നത്, തടിച്ചിരിക്കുന്നത്, കഷണ്ടിയായിരിക്കുന്നത്, ഇതിനൊക്കെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗന്ദര്യം, കറുപ്പ്, വെളുപ്പ്, കഷണ്ടി, കുറെ മുടി, തടി, നിറം, മെലിഞ്ഞ്
ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരു വ്യക്തി ആരോഗ്യത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തും ചെയ്യാം. നമുക്ക് നല്ല ജോലി ചെയ്യാം, നല്ല വരുമാനം നേടാം, നല്ല ജീവിതം നയിക്കാം. അതാണ് ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെളുക്കാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ എങ്ങനെ ബാധിക്കുന്നു പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ കല്യാണിനെ കുറിച്ചുള്ള വീഡിയോ കല്യാണി റിയാക്ഷൻ വീഡിയോ, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാരെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് കല്യാണി ഒരു വീഡിയോ ചെയ്ത സമയത്ത് കല്യാണി പറഞ്ഞൊരു കാര്യം, ഞാൻ അകത്തേക്ക് കൊടുക്കുന്ന കാര്യമല്ലല്ലോ പറയുന്നത്. ധോണിയൊക്കെ ബൂസ്റ്റ് കലക്കി അകത്തേക്ക് കുടിക്കുന്ന കാര്യം പറയുന്നു. ഞാൻ ഈ പുറത്ത് സ്കിന്ന് തേക്കുന്ന കാര്യത്തിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്. സ്കിന്ന് എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. നമ്മളെ ഈ ലോകത്തുള്ള ചൂടിന്ന്, പൊടിയിന്ന്, അങ്ങനത്തെ ഒരുപാട് സൂര്യനിന്ന്, അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഒക്കെ സംരക്ഷിക്കുന്ന നമ്മളെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ സ്കിന്ന്, ത്വക്ക് എന്ന് പറയുന്നത്. നമ്മൾ ത്വക്കിന്റെ ധർമ്മങ്ങൾ, സ്കിന്നിന്റെ ധർമ്മങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അത്രയും പ്രധാനപ്പെട്ട സ്കിന്നിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സാധനം തേക്കുമ്പോൾ നമ്മൾ അകത്ത് കഴിക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇവർ അകത്തേക്കുള്ള ഒന്നല്ലോ തന്ത്, പുറത്ത് തേക്കുന്നതിലെ തന്ത്, തൊലിപ്പുറം വെള്ളതിലെ തന്ത് എന്ന് പറയുന്നത്. തൊലി അത്ര മോശപ്പെട്ട വസ്തുവാണോ? നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരി തേക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അസുഖം വരും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ക്യാൻസർ, സ്കിൻ ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ട്. നമ്മൾ ആയുർവേദമല്ലേ അത് എന്ന് പറയും. നമ്മൾ 2, 3, 4 വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ആയുർവേദം പണ്ട് മുതലേ പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യ കുടുംബത്തിലുള്ള തലമുറകളായി കൈമാറി വന്ന അറിവുള്ള ആളുകൾ ആണെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ സാധാരണ പോലെ ഇപ്പോൾ ആയുർവേദ കോളേജുകളിൽ പോയി പഠിച്ച ഡോക്ടർമാരാണെങ്കിൽ പറയാം. അല്ലാതെ ഒറ്റ അറിവില്ലാത്ത വ്യക്തി അപ്പുറത്തുനിന്ന് ഇല പറിച്ച് ഇപ്പുറത്തുനിന്ന് ഇല പറിച്ചിട്ട് രണ്ടും കൂടെ അമ്മിമട്ട അരച്ചിട്ട് നിങ്ങളോട് നല്ല ക്രീമാ നിങ്ങൾ തേച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? അതെല്ലാം വാരി തേച്ചിട്ട് വെളുക്കുക. നമ്മൾ ഏത് വസ്തു എടുത്ത് മുഖത്ത് തേച്ചാലും നമ്മൾ കുറച്ച് നേരം വെളുത്ത പോലെ നമുക്ക് തോന്നും. നമ്മൾ കുറച്ച് തക്കാളി എടുത്ത് മുഖത്ത് അരച്ച് നോക്കും, നമ്മുടെ സ്കിന്ന് നല്ല വെളുത്ത് ബ്ലീച്ച് ചെയ്ത പോലെ ഇരിക്കും കുറച്ച് നേരം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞളെടുത്ത് അരച്ച് മുഖത്തിട്ടിട്ട് കുറച്ച് വേണ്ടി കഴുകി കളഞ്ഞു നോക്കും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ കുരു പൊന്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ആയുർവേദമാണ്, നാച്ചുറലാണ്, എന്ത് പറഞ്ഞാലും അതിനും ചിലപ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ തോന്നുന്ന പോലെ അതും ഇതും കൂട്ടി അരച്ചിട്ട് മുഖത്തിടാൻ പറയുമ്പോൾ അത് മുഖത്ത് വാരി തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ എന്താവും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതെല്ലാവരും ദിവസവും പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ്. കുറച്ച് അരി എടുക്കുന്നു, തക്കാളി എടുക്കുന്നു, അരയ്ക്കുന്നു. കുറച്ച് അലവേര എടുക്കുന്നു, കുറച്ച് കുക്കുംബർ എടുക്കുന്നു, അരയ്ക്കുന്നു. കുറച്ച് ഫ്ലാക്സ് സീഡ് എടുക്കുന്നു, അരയ്ക്കുന്നു, മുഖത്ത് തേക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ് എടുക്കുന്നു, സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നു, അരയ്ക്കുന്നു, മുഖത്ത് തേക്കുന്നു. ഇതാണ് ഇവരുടെ സ്ഥിരമായിട്ട്. പപ്പായ എടുക്കുന്നു. പപ്പായൊക്കെ പിന്നെ നമ്മൾ സാധാരണ ഒറ്റ പ്രൊഡക്റ്റ് പപ്പായ നമ്മൾ മുഖത്ത് തേക്കുന്നു, പണ്ടേ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ എടുത്ത് കുത്തി കലക്കി മുഖത്ത് തേക്കാൻ പറയുന്നു. അവരും തേച്ച് കാണിക്കുന്നുണ്ട് ഒരു വട്ടം, എന്നിട്ട് നമ്മളും അത് തേക്കുന്നു. ഇതിപ്പോ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇവർ വർഷങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ച ഫാൻസ് ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് വർഷങ്ങളായി സമ്പാദിച്ചു വെച്ച 10 ലക്ഷത്തിന്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ വന്നിട്ട് ഹലോ കൂട്ടുകാരെ എന്ന് വിളിക്കുമ്പോൾ, ഹായ് സുന്ദരീസ് എന്ന് വിളിക്കുമ്പോൾ, കുട്ടികളെ എന്ന് വിളിക്കുമ്പോൾ അതിനോട് നമുക്ക് ഭയങ്കര തോന്നുന്ന സ്നേഹം, അറ്റാച്ച്മെന്റ്, അവർ നമ്മളുടെ ആരോ ആണ്, അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് എന്തും നമ്മൾ വിശ്വസിക്കും. അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നും. നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ കുറ്റം പറയുന്ന ഒരാളായിട്ട് തോന്നും. എന്നിട്ട് ഞാനൊക്കെ ഈ പറയുന്നതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാ അവരെ ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ അവരെ മാത്രം ചീത്ത പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഇടും. നിങ്ങൾ അവരുടെ ഒരു വീഡിയോ, നിങ്ങളുടെ ഫീഡിൽ വരുന്ന ഒരു വീഡിയോ കണ്ടിട്ടല്ല അത് പറയേണ്ടത്. അവർ നിരന്തരമായി ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരേപോലെയാണ്. 7 ദിവസത്തിൽ വെളുക്കും, 10 ദിവസത്തിൽ വെളുക്കും, 1 മാസത്തിൽ വെളുക്കും, ഒറ്റ രാത്രി കൊണ്ട് വെളുക്കും, നാളെ വെളുക്കും, ഇന്ന് വെളുക്കും. ഇങ്ങനത്തെ കണ്ടന്റുകളാണ്. നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇത് തേച്ചാൽ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്ത പോലെ വെളുത്തിട്ട് കല്യാണത്തിന് പോവാം. ഇതൊക്കെയാണ് അവരുടെ കണ്ടന്റ്. അപ്പൊ നിങ്ങൾ ഈ വെളുപ്പ് എന്ന് വിചാരിച്ച് നിങ്ങളെ മനസ്സിക്ക് വെളുപ്പാണ്, ഈ വെളുത്തിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് കുത്തിക്കയറ്റുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമ്മൾ കറുത്ത ആളുകളാണെങ്കിൽ നമ്മൾ വിഷമിക്കുകയാണ്, അയ്യോ ഞാൻ വെളുത്തിട്ടല്ലല്ലോ, ഞാൻ കറുത്തിട്ടല്ലേ, ഞാൻ ഇത് തേച്ചിട്ട് വെളുത്തില്ലല്ലോ, ഞാൻ അത് തേച്ചിട്ട് വെളുത്തിട്ടില്ലല്ലോ എന്ന് വിഷമിക്കുകയാണ്. ഒരു മനുഷ്യന് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ക്യാൻസർ പേഷ്യന്റിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് വെളുക്കണോ, നിങ്ങൾക്ക് കറക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ കറുത്തിട്ടല്ലേ, നിങ്ങൾക്ക് വെളുത്താൽ മതിയോ എന്നൊക്കെ ഒരു ക്യാൻസർ പേഷ്യന്റിനോട് ചോദിക്കുക വിചാരിക്കും. ആ വ്യക്തി പറയുക എന്തായിരിക്കും അറിയോ? എനിക്ക് വേദന ഇല്ലാതിരിക്കണം, എനിക്ക് ഈ അസുഖം മാറിയിരിക്കണം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്നായിരിക്കും അവർ നമ്മളോട് പറയുക. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടാക്കാം, നമുക്ക് നല്ല ജോലി ചെയ്യാം, നമുക്ക് പണം സമ്പാദിക്കാം, എന്തും ചെയ്യാം. നമ്മളിപ്പോൾ വെളുത്തിരുന്ന് വെച്ചിട്ട് നമുക്കെല്ലാം ചെയ്യണം, നമുക്ക് ആരോഗ്യമില്ല, പക്ഷെ നമ്മൾ നല്ല വെളുത്തിട്ട് വെച്ചിട്ട് നമുക്കെല്ലാം ചെയ്യണം സാധിക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ, നമ്മൾ ഇപ്പോൾ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഇവരൊന്നും
ഈ വീഡിയോ ഒന്നും നിർത്താൻ പോകുന്നില്ല, ഇനി ഇവർ തുടർന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അപ്പം നമ്മളിത് കാണുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുക, ഇതൊക്കെ ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇവരെ വെളുപ്പിക്കാൻ, ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നന്നാവണം വെച്ചിട്ടൊന്നും അല്ല അവർ ചെയ്തു തരുന്നതെന്ന് ഇത്തിരിയെങ്കിലും ചിന്തിക്കുക. നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുത്, നിങ്ങൾ കറുത്തു തന്നെ ഇരിക്കണം, അതൊന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും അതിന് അർഹരായവരുടെ അടുത്ത് ചെന്നിട്ട് അത് ചെയ്യുക. നല്ല ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, നല്ല ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, ഞങ്ങൾക്ക് ആയുർവേദം മതിച്ചാൽ നല്ല ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മോഡേൺ മെഡിസിനാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെയ്യുക. അതിന് അർഹതപ്പെട്ട, അംഗീകാരമുള്ള, അതിന് യോഗ്യത ഉള്ള, അത് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അവരെടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലാതെ അങ്ങനെ ഈ മുറിവൈദ്യന്മാർ, നമ്മൾ പറയില്ലേ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു, അതിനടുത്തേക്ക് പോകരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ട് വെറുതെ വിട്ട് കളയുകയാണെങ്കിലോ, അല്ലാതെ ഇത് മുഴുവൻ എന്നും പരീക്ഷിക്കാൻ നിൽക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത്. ഇത് മുഴുവൻ ശരിയാവണം എന്നില്ല. എപ്പോഴും നിങ്ങളെ ബുദ്ധി വെച്ച് ചിന്തിച്ച ശേഷം മാത്രം ചെയ്യുക, എന്താണെങ്കിലും ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഫാൻസ് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാനിതൊക്കെ പറയണം തോന്നിയത് കൊണ്ട്, ഇതിപ്പോൾ ഒരു കമൻറ്റ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഞാനിത് ചെയ്തത്. ഇത് ഞാൻ കുറേ കാലങ്ങൾ മുൻപേ ഞാൻ ചിന്തിക്കും, ഇവരെന്താണ് ഇന്ന് ഇതുകൊണ്ടാണ് ഞാൻ വെളുത്തത്, പിറ്റേ ദിവസം ഇത് എന്തുകൊണ്ടാണ് ഞാൻ വെളുത്തത്, മറ്റേ ദിവസം ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേറെ മാറ്റി പറയുന്നത് എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അന്നേ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ റിയാക്ഷൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ ഇടയിൽ നമ്മൾ നെഗറ്റീവ് കമൻ്റ് ഒക്കെ അന്ന് ഞാൻ ഒരിക്കലും 1-2 കമൻ്റ് ഒക്കെ ഇട്ടപ്പോൾ അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കും. ഞാനിപ്പോൾ ഇതൊരു വ്യക്തിയെ ഉദാഹരണമാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളെ പറ്റിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും നന്ദി.